വി അൻവറിന്റെ അറസ്റ്റാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതൊരു ന്യായമായ ഒരു അറസ്റ്റായിരുന്നു നടപടിക്രമം ആയിരുന്നില്ല. കാരണം ഒരു പൊതു ജനകീയ പ്രശ്നത്തിൻ്റെ പേരിലാണ് PV അൻവർ ഇന്നലെ പോയി ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമരമാർഗത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇതുപോലുള്ളൊരു വലിയൊരു ജനകീയ പ്രശ്നത്തിന് അദ്ദേഹത്തിന് ഇന്നലെ ഒരു അവധി ദിവസമാണ്, അദ്ദേഹത്തിന് ഒരു പ്രവൃത്തി ദിവസം തിരഞ്ഞെടുക്കാം, അവിടെയോ എവിടെയും പ്രതിഷേധിക്കാം, എന്ത് തരത്തിലുള്ള സമരവും നടത്താം. പക്ഷേ അങ്ങനെ ഒരു സമരം നടത്തിയ ഒരു MLA, അതൊരു MLA അർദ്ധരാത്രി ഭീകരവാദികളെ പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പിണറായിയുടെ പോലീസ് എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഞങ്ങളോട് കാണിക്കുന്ന അതേ ക്രൂരത പ്രതിപക്ഷത്തിലെ നേതാക്കന്മാരോട്, പ്രവർത്തകരോട് പോലീസ് കാണിക്കുന്ന രാഷ്ട്രീയ പ്രതികാര നടപടിയാണ് ഈ കാര്യത്തിൽ PV അൻവർ MLA കാണിച്ചത്. PV അൻവറോട് അവർക്ക് രാഷ്ട്രീയമായ ശത്രുതയോ പ്രതികാരം ഉണ്ടാവാം. പക്ഷേ ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രി വീട് വളഞ്ഞ് ഭീകരവാദികളെ പോലെ അറസ്റ്റ് ചെയ്ത നടപടി തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. അതെ 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 തന്നെ പൊതുമുതൽ നശിപ്പിച്ച V ശിവൻകുട്ടി മന്ത്രിയാണല്ലോ. അദ്ദേഹത്തോട് പോലീസ് ഈ സമീപനം എടുക്കുമോ? എടുക്കില്ലല്ലോ. അവരുടെ എത്രയോ പൊതുമുതൽ നശിപ്പിച്ച DYFI പ്രവർത്തകരെ എത്ര സ്ഥാനോലിച്ചാണ് പോലീസ് അവരെ വിളിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്നത്. ഇത് പോലീസിൻ്റെ ഈ പിണറായിയുടെ പോലീസ് നയത്തിൻ്റെ ഭാഗമാണ്. പിണറായിയുടെ പോലീസ് നയം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളെ ജനകീയ സമരങ്ങളെ, നേതാക്കളെ, കൊടും ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയാണ്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു സമൻസിൻ്റെ പേരിൽ അർദ്ധരാത്രി വീട്ടു വളപ്പിൽ അതിക്രമിച്ച് കയറി ഉറങ്ങിക്കിടന്ന ആളെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? PV അൻവർ ചെയ്തത് ശരിയോ തെറ്റോ അതിനെയൊന്നും ന്യായീകരിക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ PV അൻവറിനോട് ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസ് കാണിച്ചത് അങ്ങേയറ്റത്തെ പിണറായി സർക്കാരിൻ്റെ അങ്ങേയറ്റത്തെ മൃഗീയമായ ഒരു സമീപനമാണ്. അതിനുള്ള പ്രതിഷേധം ഞാൻ പറയും.